സുമിത്രേ, നവീൻ എവിടെ? പറഞ്ഞില്ലേ അവനോട്? ഇല്ലമ്മേ, പറഞ്ഞിട്ടില്ല. എന്നാ വേഗം വിളിച്ചു പറയൂ, അവൻ പാഞ്ഞു വരും. ശരിയമ്മേ, ഞാൻ പറയാം. എന്റെ നാഗദൈവങ്ങളെ. അതെന്താ എന്നെ പെട്ടെന്ന് യാത്രയേക്കാൻ സിനിച്ചേച്ചിക്ക് ഇത്ര തിടുക്കം? ഏയ്, ഗാഥ മാഡം ഇപ്പോ അല്പം ടെൻഷനിലാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, സ്ഥലം ചൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള യാത്രയ്ക്ക് തയ്യാറാവുമ്പോ ഇതിന് ഇത്ര തയ്യാറാവേണ്ടത് എന്താ? നീ ഫോറിൻ ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ളതല്ലേ? മമ്മി, അതിന് ഞാനിപ്പോ തനിച്ചല്ലല്ലോ, നവീനും കൂടെ വേണ്ടേ? നവീനോ? പിന്നല്ലാതെ ഞാൻ തനിച്ചിനിയൊരു യാത്ര പോവാനോ? അതൊന്നും ഒരിക്കലും ശരിയാവില്ല. നമ്മൾ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നവീനെ വിളിച്ച് സംസാരിക്കാം. ഹാ, പിന്നെ എന്റെ നവീന്റെ യാത്രയുടെ ഫുൾ ചെലവും മമ്മി സ്പോൺസർ ചെയ്യണം, കേട്ടല്ലോ? അതൊക്കെ ചെയ്യാം. ആ, പിന്നെ സിനിച്ചേച്ചി, ലൈഫിൽ ഒരിക്കലെങ്കിലും യൂറോപ്പിലൊന്നും പോണം. എന്തെങ്കിലും പോവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തരാം. കണ്ടാൽ ഒരിക്കലും മതി വരാത്ത സ്ഥലങ്ങളാ. ആയിക്കോട്ടെ മാം. മമ്മി എന്തേ ആലോചിക്കുന്നേ? നവനോട് മമ്മി സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കും. സംസാരിക്കുക എന്നല്ല, സംസാരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നു. ഒന്നിച്ചൊരു യാത്രയൊക്കെ പോയി കഴിയുമ്പോ എല്ലാം അവസാനിക്കുന്ന പറയാറ്. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. നോക്കാം. അമ്മേ, അമ്മേ, അമ്മേ. ഗാഥമോൾ എവിടെ മോളെ? ഗാഥമോള് റൂമിൽ വിശ്രമിക്കുക. ഇനിയേ വിശ്രമം കൂടുതൽ വേണം. ഡോക്ടർ എന്താ പറഞ്ഞത് സുമിത്രേ? ആ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ ഒരു കുഴപ്പമില്ലമ്മേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കാരണവന്മാരുടെ എല്ലാവരുടെയും കാല് തൊട്ട് വന്ദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂജാമുറിയില് വിളക്ക് തെളിയിക്കാനും പറഞ്ഞു. നീ ആശുപത്രിയിലാണോ പോയത് അതോ അമ്പലത്തിലാണോ പോയത്? പോയത് ആശുപത്രിയിൽ തന്നെയാ. പക്ഷെ നടന്നത് അത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാ. കളരിക്കലേ പുതിയൊരു അതിഥി വരാൻ പോകുന്നു. അതിഥിയോ? ആ അമ്മേ, ഗാഥമോൾക്ക് വിശേഷമുണ്ട്. എന്റെ നാഗദൈവങ്ങളെ, ഈശ്വര, എന്റെ ഈശ്വരന്മാരെ. സത്യമാണോ സുമിത്രേ? അതെ അമ്മേ. എന്റെ നാഗദൈവങ്ങളെ. വിവരം അറിഞ്ഞപ്പോ മുതലേ വല്ലാത്ത പരിഭ്രമത്തിലാ എന്റെ കുട്ടി. അവിടുന്ന് ഇവിടം വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഞാനാ പറഞ്ഞത് മുറിയിലേക്ക് ചെന്ന് വിശ്രമിക്കാൻ. നന്നായി. എത്രയോ നാള് മുൻപേ സിദ്ധം പറഞ്ഞതാ, കളരിക്കലെ നാഗശാപം തീർക്കാൻ ദിവ്യ തേജസ്സുള്ള ഒരു പെൺകുട്ടി വരൂന്ന്. അവൾ കളരിക്കലുണ്ടാവും. അവളായിരിക്കും കളരിക്കലെ ഭാവി പരമ്പരയെ പെറ്റു വളർത്തുന്നതും. ഒക്കെ നടന്നു. എന്റെ കുട്ടി എല്ലാം സാധിച്ചു തന്നു. ഈശ്വര. സുമിത്രേ, നവീൻ എവിടെ? പറഞ്ഞില്ലേ അവനോട്? ഇല്ലമ്മേ, പറഞ്ഞിട്ടില്ല. എന്നാ വേഗം വിളിച്ചു പറയൂ, അവൻ പാഞ്ഞു വരും. ശരിയമ്മേ, ഞാൻ പറയാം. എന്റെ നാഗദൈവങ്ങളെ.
ഭഗവാനെ, ദൈവമേ, ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒന്നിച്ചുള്ളൊരു മോചനമാണ് ഈ കുടുംബത്തിന് തന്നത്. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മോളെ എത്തിച്ചു തന്നതിന് ജന്മങ്ങളോളം നന്ദി പറഞ്ഞാലും തീരില്ല ഭഗവാനെ. അവൾക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും കാവലായിട്ടുണ്ടാവണേ. ഹലോ അമ്മേ. നീ വല്ല മീറ്റിംഗിലോ മറ്റോ ആണോ? അല്ലമ്മേ, ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. എന്താ? എന്നാ നീ പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വാ. എന്തു പറ്റി? ഗാഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, ചെറിയൊരു കുഴപ്പമുണ്ട്. അത് നീ ഇവിടെ വന്നിട്ട് പറയാം. എന്താ അമ്മ ഈ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഓഫീസിൽ നിന്ന് വണ്ടി വിടാൻ പറയാം. വേണ്ട വേണ്ട, ഇപ്പൊ നീ ഇവിടെ വരേണ്ടതാണ് അത്യാവശ്യം. പെട്ടെന്ന് വരാൻ നോക്ക്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. അമ്മേ. ആ, നവീനെ വിളിച്ചോ മോളെ? വിളിച്ചമ്മേ, നവീൻ വരുന്നുണ്ട്. വരുമ്പോ കണ്ടോ അവന്റെ സന്തോഷം എന്താന്ന്. ഒരു കാലത്ത് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞവനാ, പിന്നെ വിവാഹം കഴിച്ചു. ഇപ്പൊ ഇതേ അച്ഛനാവാൻ പോന്നു. മക്കളുടെ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസാണല്ലേ സുമിത്രേ? അതല്ലേ അമ്മേ നമ്മുടെയൊക്കെ ജന്മത്തിന്റെ സുഹൃതം എന്ന് പറയാ. ഈ തറവാടിന്റെ ഭാഗ്യമാ എന്റെ കുട്ടി. എന്റെ കൃഷ്ണ.